ഹലോ, നമ്മളിന്ന് പോകുന്നതൊരു വള്ളംകളി കാണാനാണ് കേട്ടോ. ഗോതുരുത്ത് വള്ളംകളി. നമ്മളുടെ വീടിൻ്റെ തൊട്ടടുത്ത പ്രദേശമാണ് ഗോതുരുത്ത് എന്ന് പറയുന്നത്. നിങ്ങൾ ചിലപ്പോൾ ഈ പേര് കേട്ടിട്ടുണ്ടാവുക ചവിട്ട് നാടകവുമായിട്ട് ബന്ധപ്പെട്ടിട്ടായിരിക്കും. അതെ, ചവിട്ട് നാടകത്തിൻ്റെ ഈറ്റില്ലം എന്നാട്ടോ ഗോതുരുത്ത് അറിയപ്പെടുന്നത്. ഈ കാണുന്നത് പെരിയാറിൻ്റെ കൈവഴിയാണ്. ഈ പുഴയിലാണ് ഗോതുരുത്ത് വള്ളംകളി നടക്കുന്നത്. 15ഓളം വഞ്ചികൾ ഇതിൽ മത്സരിക്കും എന്നാണ് കേട്ടോ പറയപ്പെടുന്നത്. ആൻഡ് ഇതിൻ്റെ ഇരു കരകളിലുമായിട്ട് സ്ഥിതി ചെയ്യുന്നത് ഒന്ന് മൂത്തകുന്നം ശ്രീനാരായണ മംഗലം ക്ഷേത്രവും ഇങ്ങേ കരയിലായിട്ട് കടൽവാതുരുത്ത് പള്ളിയുമാട്ടോ. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മതസൗഹാർദ്ദത്തിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണിത്. അതുപോലെയാണ് ഇവിടുത്തെ ആളുകൾ പള്ളിയിലെ പെരുന്നാളായാലും ഉത്സവമായാലും കൊണ്ടാടുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1938 സ്വാതന്ത്ര്യ സമര സേനാനിയായിട്ടുള്ള പറവൂർ ടി.കെ. നാരായണപിള്ളയാണ് ഈ വള്ളംകളി ഉദ്ഘാടനം ചെയ്തതെന്ന് പറയപ്പെടുന്നു. അപ്പോൾ വർഷങ്ങളായിട്ട് ഇവർ മുടങ്ങാതെ തന്നെ നടത്തി വരുന്ന ഒരു പരിപാടിയാണ്. ഇവിടുത്തെ പള്ളിയിലെ പെരുന്നാളുമായിട്ട് ബന്ധപ്പെട്ട് നടത്തുന്ന പരിപാടി കൂടിയാട്ടോ ഈ വള്ളംകളി എന്ന് പറയുന്നത്. ഇത് ശരിക്കും കണ്ടക്ട് ചെയ്യുന്നത് ഗോതുരുത്ത് സ്പോർട്സ് ആൻഡ് ആർട്സ് ക്ലബ്ബ് ആട്ടോ. ഈ ഗോതുരുത്ത് എന്ന് പറയുന്നത് മുസിരീസ് പൈതൃകമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു പ്രദേശം കൂടിയാണ്. പുരാതന കാലത്ത് നമ്മുടെ ലോകത്തെ തന്നെ പ്രധാന വാണിജ്യ തുറമുഖമായിരുന്നു മുസിരീസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ പുഴയെല്ലാം അന്നത്തെ പ്രധാന വാണിജ്യ പാത കൂടിയായിരിക്കാം. അപ്പോൾ ഇവിടെ വള്ളംകളി കാണാനായിട്ട് ഒരുപാട് പേര് പ്രായഭേദമന്യേ ചെറുപ്പക്കാരെന്നോ പ്രായമായവരെന്നോ ഇല്ലാതെ എല്ലാവരും വന്ന് കണ്ട് ആസ്വദിക്കുകയും ആഘോഷിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു കാഴ്ചയാണ് നിങ്ങൾ ഈ കാണുന്നത്. ഒരുപാട് ഫാമിലീസ് ആണെങ്കിൽ കൂടിയും വഞ്ചിയിലൊക്കെ വന്നിട്ടാട്ടോ കണ്ട് മടങ്ങുന്നത്. ആയിരക്കണക്കിന് ആളുകളാണ് ഈ പുഴയുടെ ഇരു കരകളിലുമായിട്ട് ഇത് കണ്ട് ആസ്വദിക്കാനായിട്ട് തിങ്ങി നിൽക്കുന്നത്. ഇപ്പോൾ ഇത്തവണ വിന്നറായത് താണിയൻ എന്ന് പറയുന്ന വഞ്ചിയാണ്. അപ്പോൾ അവരുടെ ആളുകൾ ട്രോഫി ആയിട്ട് പോകുന്ന കാഴ്ചയായിട്ട് കാണുന്നത്. ഇത്രയേ ഉള്ളൂ. ബായ്.